2014 മുതൽ എൻ്റെ കൂടെ ഉണ്ട്. അന്ന് ഞാൻ കാര്യമായിട്ട് എഴുതാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കാര്യമായിട്ട് എഴുതാറില്ല. എന്നാലും ഐ ഓൾവേസ് ക്യാരി ദിസ് വിത്ത് മീ. ഇതിൻ്റെ ആവശ്യം ഞാൻ വായിക്കാം. ഇത് ഞാൻ എവിടുന്ന് ഏകദേശം എനിക്ക് ഓർമ്മയില്ല. നല്ല പെരുമാറ്റത്തിന് മിക്കപ്പോഴും തുണയാവുക തലച്ചോറിനേക്കാൾ ഹൃദയമാവും. അന്യരുടെ പ്രയാസങ്ങളെ അനുകമ്പയോടെ കാണുന്നവർ സ്നേഹമാർജിക്കുന്നു. നേരെ മറിച്ച് ആ പ്രയാസങ്ങളുടെ കാരണങ്ങൾ നാരായി അപഗ്രഥിച്ച് എന്തുകൊണ്ട് നിങ്ങളിതെല്ലാം മുൻകൂട്ടി കണ്ട് യുക്തമായ നടപടികൾ ഒന്നും കൈക്കൊണ്ടില്ല എന്ന ബുദ്ധിയുടെ ചോദ്യം വിഷമിച്ചിരിക്കുന്നയാൾക്ക് ഒട്ടും സമാധാനം പകരില്ല. സ്വന്തം അഭിപ്രായം ഏറ്റവും മികച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ ബന്ധപ്പെടുക, അന്യരുടെ തെറ്റുകളെല്ലാം അവരുടെ കഴിവുകേട് കൊണ്ടാണെന്ന് വാദിക്കുക, സ്വന്തം ബുദ്ധിശക്തിയിൽ മേനി നടിക്കുക, ഏതിലും വിദഗ്ധനാണെന്ന് ഭാവിക്കുക, എനിക്ക് തെറ്റുവരില്ലെന്ന് വിശ്വസിച്ചു പെരുമാറുക, എൻ്റെ ധാരണകളെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതിനെ അസഹിഷ്ണുതയോടെ നോക്കിക്കാണുക എന്നിവ ഏറെ മിടുക്കന്മാരെന്നു സ്വയം വിലയിരുത്തുന്നവരിലെ വൈകൃതങ്ങളാണ്. ഇവ തിരിച്ചറിയണം. ഞാൻ മികച്ചയാൾ എന്ന ചിന്ത വേണ്ട. അങ്ങനെ ചിന്തിച്ചാൽ മറ്റെല്ലാവരും മോശക്കാരെന്ന് വരും. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരു സമയത്ത് ഒരുപാട് എഴുതിയിരുന്നു. ബുക്കും പേനയും ഇതിനെക്കുറിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡീറ്റെയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. See you with another video. Take care. Bye bye.